ശബരിമല സ്വർണ്ണക്കൊള്ള വിവാദത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ പരിശോധന തുടരുകയാണ്. അറ്റകുറ്റപ്പണി നടത്തിയ ചെന്നൈയിലെ അമ്പത്തൂരിലെ സ്മാർട്ട് ക്രിയേഷൻസിൽ എത്തി അന്വേഷണ സംഘം ഇന്ന് വിവരം ശേഖരിക്കും. ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും ഇന്ന് ചോദ്യം ചെയ്യാൻ സാധ്യതയുണ്ട്. ഉമേഷ് ബാലകൃഷ്ണൻ തിരുവനന്തപുരത്ത് നിന്ന് ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സുമായി ചേരുകയാണ്. ഉമേഷ്, ഗുഡ് മോർണിംഗ്. എന്താണ് ഇതിന്റെ അപ്ഡേറ്റ്സ്? ഗുഡ് മോർണിംഗ് എസ്കേൻ. ഇന്ന് സ്വർണ്ണപ്പാളി മോഷണ കേസിലെ നിർണായകമായ നീക്കം ഈ അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാകും. ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസിലെത്തി വിവരങ്ങൾ ശേഖരിക്കാനാണ് ഈ സംഘത്തിന്റെ തീരുമാനം. നേരിട്ടെത്തി ആദ്യം രേഖകൾ പരിശോധിക്കും. അതിനുശേഷം ചോദ്യം ചെയ്യലടക്കമുള്ള നടപടികളിലേക്ക് കടക്കും. നിലവിൽ സ്മാർട്ട് ക്രിയേഷൻസ് കേസിൽ പ്രതി ചേർത്തിട്ടില്ല. ഇത്തരത്തിൽ സ്മാർട്ട് ക്രിയേഷൻസിനെ കൂടി പ്രതി ചേർക്കേണ്ടതുണ്ടോ എന്ന കാര്യത്തിലടക്കം ഇന്നൊരു പക്ഷേ തീരുമാനമുണ്ടാകാൻ സാധ്യതയുണ്ട്. ഒപ്പം ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും ഇന്ന് ചോദ്യം ചെയ്യാനാണ് സാധ്യത. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്യുന്നതിനൊപ്പം ഇപ്പോൾ 3 സംഘങ്ങളായി തിരിഞ്ഞാണ് അന്വേഷണം നടത്തുന്നത്. ഒരു ടീം ഹൈദരാബാദ് ഉണ്ട്, ഒരു ടീം ബാംഗ്ലൂർ ഉണ്ട്, ഒരു ടീം ചെന്നൈയിലുണ്ട്. ഈ 3 സ്ഥലങ്ങളിലും സ്വർണ്ണപ്പാളി എത്തിച്ചു എന്നുള്ളതാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി നൽകിയിരിക്കുന്ന മൊഴി. ആ രീതിയിലാണെങ്കിൽ ഈ 3 സ്ഥലങ്ങളിലും അന്വേഷണ സംഘം എത്തിയതിനു ശേഷമായിരിക്കും ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്യുന്ന നടപടിക്രമങ്ങളിലേക്ക് കടക്കുക. ഏതെങ്കിലും രീതിയിൽ മൊഴിയിൽ വൈരുദ്ധ്യമുണ്ടെങ്കിൽ തുടർ നടപടികളിലേക്ക് കടക്കാം, കസ്റ്റഡിയിൽ എടുത്തടക്കം തുടർ നടപടിയിലേക്ക് കടക്കാം എന്നുള്ള ആലോചനയാണ് നിലവിലുള്ളത്. അതേസമയം ഒരു ഭാഗത്ത് ദേവസ്വം ബോർഡ് അംഗങ്ങളടക്കമുള്ളവർ പ്രതികളായിട്ടുണ്ട്. പക്ഷേ അവരെ 2ാം ഘട്ടത്തിലേക്ക് ചോദ്യം ചെയ്യലിലേക്ക് കടന്നാൽ മതി എന്നുള്ള തീരുമാനമാണ് ഇപ്പോൾ ഉള്ളത്. ദേവസ്വം ബോർഡ് വിരമിച്ച ജീവനക്കാരുണ്ട്, ഇപ്പോൾ സർവീസിൽ തുടരുന്ന ജീവനക്കാരും പ്രതികളായിട്ടുണ്ട്. അവരെയും ഈ ഘട്ടത്തിൽ ചോദ്യം ചെയ്യില്ല. ആദ്യഘട്ടത്തിൽ മറ്റ് സംസ്ഥാനങ്ങളിലെ ബാംഗ്ലൂർ, ഹൈദരാബാദ്, ചെന്നൈ എന്നിവിടങ്ങളിലായി കിടക്കുന്ന വിഷയങ്ങൾ അതെല്ലാം ഏകോപിപ്പിച്ച് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ള ഒരു തീരുമാനമാണ് അന്വേഷണ സംഘം ഇപ്പോൾ എടുത്തിട്ടുള്ളത്. താങ്ക് യു ഉമേഷ് ബാലകൃഷ്ണൻ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.